യുദ്ധം നടക്കുന്ന രാഷ്ട്രങ്ങളിൽ സാക്ഷാൽ ശക്തരിൽ ശക്തരായ ഉച്ചിഹ ക്ലാനിനെ പോലും വിറപ്പിച്ച ആ ഒരു വംശം. 1000 കഴുകുകൾ വഹിച്ച സന്യാസിയുടെ ഇച്ഛാശക്തിയുടെ പിൻഗാമികൾ. അതേ കരങ്ങൾ തന്നെ ആരും വിശ്വസിക്കാത്ത ഒരു യുഗത്തിലേക്ക് പാത വെട്ടി. അധികാരത്തിനു വേണ്ടി മാത്രമല്ല, ഐക്യത്തിനു വേണ്ടി നിലകൊണ്ട ഇച്ഛാശക്തിയുടെ ഹൃദയമിടിപ്പായിരുന്ന ആഗ്നിയായ ആ ഒരു വംശം. അതേ അവരുടെ വംശത്തിൽ നിന്നു തന്നെയാണ് ഷിനോബിയുടെ ദൈവം അല്ലെങ്കിൽ ഗോഡ് ഓഫ് ഷിനോബി ഉയർന്നു വന്നത്. യുദ്ധത്തിന്റെ ചാരത്തിൽ നിന്ന് ഒരു ഗ്രാമം നിർമ്മിച്ച മനുഷ്യരും ഇവർ തന്നെ. കല്ലിൽ എഴുതപ്പെടാത്ത ഷിനോബി ലോകത്തിന്റെ തന്നെ ജീവരക്തത്തിൽ പാരമ്പര്യം പുലർത്തുന്ന യോദ്ധാക്കളുടെ പാരമ്പര്യം. അവർ യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു, രാഷ്ട്രങ്ങൾ നിർമ്മിച്ചു, വിധിയെ തന്നെ വെല്ലുവിളിച്ചു. ലോകം ഒരിക്കലും രക്തത്തിലും മുങ്ങിത്താഴുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാറ്റിനും ഉപരിയായി ഒറ്റപ്പേര് നിലകൊണ്ടു. ജുത്സുവിന്റെ അമ്പൊഴിയാത്ത ആവനാഴി കയ്യിലുണ്ടായിരുന്നവർ, തകർക്കാനാവാത്ത ഇച്ഛാശക്തിയുടെ അവകാശികൾ. അവർ യുദ്ധങ്ങൾ ചെയ്യുക മാത്രമല്ല, അവ അവസാനിപ്പിക്കുകയും ചെയ്തു. അതെ, യുദ്ധത്തിന്റെ കൊടുങ്കാറ്റിൽ നിന്ന് ജനിച്ച സമാധാനത്തിന്റെ ശില്പികൾ, ദ സെഞ്ചു ക്ലാൻ. ഓക്കെ ഫൈൻ, ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്ന വൺ ഓഫ് ദി മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടുള്ള ആ ഒരു ക്ലാനിനെ പറ്റിയാണ്. സെഞ്ചു ക്ലാൻ, ഗോഡ് ഓഫ് ഷിനോബി എന്ന അപരനാമത്തിലുള്ള ഹാഷിറാമ സെഞ്ചുവിൻ്റെ ആ ഒരു വംശം. വൺ ഓഫ് ദി മോസ്റ്റ് ലെജൻഡറി ക്ലാൻസ് ഇൻ ദ എൻറ്റയർ നാറൂട്ടോ യൂണിവേഴ്സ്. ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ഒരു ക്ലാനിനെ പറ്റി സത്യം പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് നാറൂട്ടോ യൂണിവേഴ്സിൽ പറയുന്നില്ല എന്ന് തന്നെയാണ് സത്യം. എന്നിരുന്നാലും ഇവരെ മെൻഷൻ ചെയ്യുന്ന സ്ഥലത്ത് ഇവർക്ക് കൊടുക്കുന്ന ആ ഒരു ബിൽഡപ്പും ഹൈപ്പും തന്നെ മതി എത്രമാത്രം ലെജൻഡറി ആയിരുന്നു ഈ ഒരു ക്ലാൻ എന്ന് അറിയാൻ വേണ്ടി. ബേസിക് ആയിട്ടുള്ള ഒറിജിൻ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് മാത്രം സെഞ്ചു ക്ലാൻ അംഗങ്ങളെയാണ് കിഷിമോട്ടോ, എഴുത്തുകാരനായിട്ടുള്ള കിഷിമോട്ടോ നാറൂട്ടോ യൂണിവേഴ്സിൽ നമുക്ക് മുമ്പിൽ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നത്. ആദ്യം തന്നെ സെഞ്ചു ക്ലാൻ്റെ ഒറിജിൻ ആൻഡ് ബാക്ക്ഗ്രൗണ്ട് നോക്കാം. പേര് സെഞ്ചു ഇച്ചിസോക്കു. അതിൻ്റെ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ നോക്കുകയാണെങ്കിൽ ക്ലാൻ ഓഫ് 1000 സ്കിൽസ് അല്ലെങ്കിൽ ക്ലാൻ ഓഫ് 1000 ഹാൻഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. 1000 കഴുകുകളുള്ള വംശം. അതെ, ഇവർ കംപ്ലീറ്റ് ആയിരുന്നു തന്നെ പറയാം. അതായത് നിൻജിറ്റ്സു, തൈജിറ്റ്സു, ഗെൻജിറ്റ്സു, ഏത് തരത്തിലുള്ള ജുത്സു ആയിരുന്നാലും ഇവർക്ക് അറിയാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ലായിരുന്നു. ദ കംപ്ലീറ്റ് ഷിനോബി എന്നാണ് സെഞ്ചു ക്ലാനിലുള്ളവരെ വിളിച്ചുകൊണ്ടിരുന്നത്. നാറൂട്ടോയുടെ ഡേറ്റാ ബുക്ക് അനുസരിച്ച് ഇതൊരു വാണ്ടറിങ് ക്ലാൻ ആണ്. അതായത് പെർമനന്റ് സെറ്റിൽമെന്റ് ഇവർക്ക് ഒരു സ്ഥലത്തും തന്നെ ഇല്ല. ഇവർ തന്നെയാണ് കൊണോഹ എന്ന് പറയുന്ന വില്ലേജ് കണ്ടുപിടിച്ചത്. നെയിംലി ഒരു പാർട്ടായിരുന്നു എന്ന് പറയാം. ഹാഷുറാമയും പിന്നെ നമ്മുടെ മദരയുമായിരുന്നു അതിലെ മെയിൻ കണ്ണികൾ. അതിൽ ഹാഷുറാമ സെഞ്ചു ക്ലാന്റെ തലവനായിരുന്നു. ഹാഷുറാമയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൽ പറയുന്നില്ല, കാരണം ഗോഡ് ഓഫ് ഷിനോബിയെ പറ്റി വേറൊരു എൻ്റയർ വീഡിയോ തന്നെ വരുവാൻ കിടപ്പുണ്ട്. ബട്ട് അറിയേണ്ട കാര്യങ്ങളും സെഞ്ചുവിനെ വെച്ചുള്ള സമ്മറൈസ്ഡ് വേർഷന് ഞാൻ ഇതിൽ പറയുന്നതായിരിക്കും. സോ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇവരൊരു വാൻഡറിങ് ക്ലാൻ ആണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്പോൾ, അതായത് നാറൂട്ടോ യൂണിവേഴ്സിൽ സുനാഡേനെ മാത്രമേ നമുക്ക് സെഞ്ചു ക്ലാനിൻ്റെ ഒരു ഡിസെൻഡൻ്റ് ആയിട്ട് കണക്കാക്കുവാൻ കഴിയുള്ളൂ. വേറെ ഒരു ലിനിയേജും തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതല്ല കറണ്ട് എറയിൽ. തികച്ച് സ്പഷ്ടമായി പറയുകയാണെങ്കിൽ സെഞ്ചു ക്ലാൻ നാറൂട്ടോയുടെ എറ ആയപ്പോൾ തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ ക്ലാൻ അല്ലെങ്കിൽ ഒരു ലെജൻഡ്സ് എന്ന പോലെയൊക്കെ ആയിപ്പോയി. സെഞ്ചു ക്ലാനിന്റെ പ്രീ ഹിസ്റ്റോറിക് എറയെ പറ്റി പറയുകയാണെങ്കിൽ ഇവര് നമ്മുടെ ആസുര ഔട്സുക്കിയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നവരാണ്. അല്ലെങ്കിൽ അസുരയുടെ ആ ഒരു ലിനിയേജിൽ, ഫാമിലി ലിനിയേജിൽ വരുന്നവരാണ് സെഞ്ചുക്കാർ. അസുര ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെയ്ജ് ഓഫ് 6 പാത്ത് ഉണ്ടല്ലോ, ഹാഗറോമോ ഔട്സുക്കി, അദ്ദേഹത്തിന്റെ ഏറ്റവും ഇളയ മകൻ. അസുരയും ഇന്ദ്രയും, അതായത് സെയ്ജ് ഓഫ് 6 പാത്തിന്റെ മറ്റൊരു മകനാണ് ഇന്ദ്ര. ഇന്ദ്രയും അസുരയും തമ്മിൽ നല്ല രീതിയിൽ റൈവൽറി, കോൺഫ്ലിക്ട്സ് ഉണ്ടായിരുന്നു. ഈ ഇന്ദ്രയുടെ പാരമ്പര്യമുള്ളവരാണ് ഉച്ചിഹ വംശം. അസുരയുടെ പാരമ്പര്യമുള്ളവർ തന്നെയാണ് ഈ സെഞ്ചു വംശമുള്ളവരും. സോ അങ്ങനെയാണ് ഇവരുടെ പ്രീ ഹിസ്റ്റോറിക് ആയിട്ടുള്ള റൈവൽറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് പിന്നീട് പരമ്പരാഗതമായി കാത്തുകൊണ്ടുവന്നു എന്ന് തന്നെ പറയാം ഈ ഒരു റൈവൽറി. സെഞ്ചു ക്ലാനിന്റെ ബേസിക് ഫിലോസഫിക്കൽ മോട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഓഫ് ലവ്, കോപ്പറേഷൻ ആൻഡ് യൂണിറ്റി എന്നാണ് നാറൂട്ടോയുടെ ഡേറ്റാ ബുക്കിൽ പറയുന്നത്. ഇവർ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള പവർ ആഗ്രഹിക്കുന്നവരല്ല, അൺലൈക്ക് ഉച്ചിഹ. നാറൂട്ടോയുടെ ഡേറ്റാ ബുക്ക് പ്രകാരം വാറിംഗ് സ്റ്റേറ്റ്സ് പീരിയഡ്, അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ ഏറ്റവും ഉച്ചസ്ഥാനിൽ നിൽക്കുന്ന ആ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള 2 ക്ലാനുകളിൽ ഒന്നായിരുന്നു സെഞ്ചു ക്ലാൻ. മറ്റേത് ഗസ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ, ഉച്ചിഹ ക്ലാൻ.
ഉച്ചിഹ ക്ലാനിനെ ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കും നല്ല രീതിയിൽ പേടിയുണ്ടായിരുന്നു. ഇവർ ഫിയറും റെസ്പെക്റ്റും കൊണ്ട് വാണിരുന്ന ഒരു ക്ലാനായിരുന്നു ഈ ഉച്ചിഹ ക്ലാൻ. ഈ ഉച്ചിഹ ക്ലാനിനെ കൗണ്ടർ പാർട്ട് ചെയ്യാൻ സെഞ്ചു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഏതെങ്കിലും വില്ലേജിൽ ഏതെങ്കിലും ഒരു വാർഫെയർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം ഉച്ചിഹ ക്ലാനെയാണ് ഇന്ന കക്ഷികൾ ഹയർ ചെയ്യുന്നെങ്കിൽ അതിന് ഓപ്പോസിറ്റായിട്ട് ഉച്ചിഹയ്ക്ക് ഓപ്പോസിറ്റായിട്ട് റൈവൽറി ആയിട്ട് മേർസനറികൾ ഹയർ ചെയ്യുന്നത് ഈ സെഞ്ചു ക്ലാനിലെ അംഗങ്ങളായിരിക്കും. അതായത് ഉച്ചിഹ ക്ലാനാണ് എതിരെയെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മുടെ സെഞ്ചു ക്ലാൻ തന്നെയായിരിക്കും. കാരണം ഇവരായിരുന്നു ഏറ്റവും പവർഫുൾ. ഇതേസമയം സെഞ്ചു ആണ് ഇവിടെയെങ്കിൽ അവർ ഹയർ ചെയ്യുന്ന ഉച്ചിഹ ആയിരിക്കും. മനസ്സിലായില്ലേ? അത്ര ടോപ്പ് ലെവലായിരുന്നു ഈ രണ്ട് ക്ലാനും. അതുകൊണ്ട് തന്നെ പ്രീ ഹിസ്റ്റോറിക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ എറയിൽ ഉച്ചിഹ ക്ലാനും സെഞ്ചു ക്ലാനും ഫോർട്ട് അഗെയിൻസ്റ്റ് ഈച്ച് അതർ. എന്തിനു വേണ്ടി? റൈവലായിട്ടുള്ള ഫ്യൂഡൽ ലോഡ്സിന് വേണ്ടി ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മേർസനറികളെ പോലെ യുദ്ധം ചെയ്യുമായിരുന്നു. അത്തരം ഒരു കാലഘട്ടത്തിലാണ് ദ ഗോഡ് ഓഫ് ഷിനോബി എന്നറിയപ്പെടുന്ന ഹാഷിറാമ സെഞ്ചുവും പിന്നെ നമ്മുടെ ഗോസ്റ്റ് ഓഫ് ഉച്ചിഹ എന്നറിയപ്പെടുന്ന സാക്ഷാൽ മാദ്ര ഉച്ചിഹയും കുഞ്ഞുനാളിൽ കുട്ടികളായിരുന്നപ്പോൾ കണ്ടുമുട്ടുന്നത്. ഇവരുടെ തന്നെ രണ്ടുപേരുടെയും ക്ലാനിൻ്റെ ഹിസ്റ്ററി അറിയുന്നതിന് മുമ്പ് തന്നെ ഇവർ നല്ല കൂട്ടുകാരൊക്കെ ആയിരുന്നു. സമാധാനത്തിൻ്റെ ആ ഒരു സ്വപ്നം ഒരുമിച്ച് കണ്ടവരായിരുന്നു ഹാഷിറാമയും മാദ്രയും. ഇവരാദ്യം കൂട്ടുകാരായതിനു ശേഷം, അതായത് അതിനുശേഷമാണ് സെഞ്ചു ഉച്ചിഹ റൈവൽറിയെ പറ്റി ഇവർ അറിയുന്നത്. അതായത് ഫിലോസഫിക്കൽ സ്പ്ലിറ്റ് അസുര ഇന്ദ്രയായിട്ടുള്ളതും പിന്നെ ഇന്ദ്രയുടെ ചക്രയാണ് ഉച്ചിഹക്കാർക്കുള്ളതെന്നും അസുരയുടെ ചക്ര ആൻഡ് വില്ലാണ് സെഞ്ചുവിനുള്ളതെന്നും ഇവർ സത്യം പറഞ്ഞാൽ എണ്ണയും വെള്ളവും പോലെയാണെന്ന് ഇവർക്ക് മനസ്സിലായി. ഇത് കഴിഞ്ഞ് നമ്മുടെ സെഞ്ചു ക്ലാനിൻ്റെ അന്നത്തെ ലീഡറായിട്ടിരുന്ന ഹാഷിറാമയുടെ അച്ഛനായിക്കൊണ്ടിരുന്ന ബുട്സുമ സെഞ്ചു നമ്മുടെ ഹാഷിറാമ സെഞ്ചു മാതൃയായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കാണുകയും ഇനി അത് തുടർന്നുകൊണ്ട് പോകരുതെന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫുൾ സ്റ്റോറി ഞാൻ പറയുന്നില്ല. എന്നിരുന്നാലും അവിടെ തന്നെ മാതരയും ഹാഷിറാമയും തമ്മിലൊരു ഡിസ്റ്റൻസ് വരികയും അത് കഴിഞ്ഞ് കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ ഉണ്ട്. അത് മാതരയുടെയും ഹാഷിറാമയുടെ സ്റ്റോറിയിലും നമുക്ക് പറയാം. സോ ഇപ്പം അങ്ങനെ തന്നെ അവർ കുറച്ച് റൈവൽറി ആകുകയും ഇവർ പിന്നീട് കണ്ടുമുട്ടുമ്പോൾ ഇവർ തന്നെ ഫൈറ്റ് ചെയ്യുകയും തുടരുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇവർ തമ്മിലുണ്ടായിരുന്ന സ്പ്ലിറ്റ് വരുവാൻ പല റീസൺസ് ഉണ്ട്. അത് സെഞ്ചു ക്ലാൻ്റെ ഈ വീഡിയോയിൽ ചെയ്യേണ്ടതെന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാതരയുടെ അനിയൻ മരിക്കുന്നതും പിന്നെ പവർ ഇല്ലാതെ വരുന്നതും ഒക്കെ കുറേ റീസൺസ് ഒക്കെയാണ്. എന്നിരുന്നാലും ഇവരും എറ്റേണൽ റൈവൽസായി. ഇതിൽ ഹാഷിറാമ എപ്പോഴും, അതായത് സെഞ്ചുവിൻ്റെ ആ ഒരു ചക്ര ആൻഡ് വില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോപ്പറേഷനാണ്. അവർക്കൊരിക്കലും ഓവർ പവർ ചെയ്ത് ഒരാളെ ഭരിക്കണമെന്നില്ലായിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ഉച്ചിഹ. അതുപോലത്തെ കുറേ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്ന് മാതരയും ഹാഷിറാമയൊക്കെ ഗോഡ് ലെവൽ ഫൈറ്റ് വരെ ചെയ്യുന്നുണ്ട്. യുദ്ധാവസാനന്തരം ഹാഷിറാമ തന്നെ വിജയിക്കുകയും എന്നാൽ ഹാഷിറാമയുടെ പ്യുവർ ഇൻറ്റൻഷൻ മനസ്സിലാക്കിയ മാതര അവിടെ കൈ കൊടുക്കുകയുമാണ് ചെയ്യുന്നത് ഹാഷിറാമയോടൊപ്പം. എന്നിട്ടാണ് ഇവർ രണ്ടും കൂടി കൊണോഹ എന്ന് പറയുന്ന ആ ഒരു വില്ലേജ് സ്ഥാപിക്കുന്നത്. കൊണോഹ വില്ലേജ് സ്ഥാപിക്കുകയും ആദ്യത്തെ ഹൊക്കാഗെയായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ഹാഷിറാമ തന്നെയാണ്. പിന്നീട് അങ്ങോട്ട് ടോബിറാമ വരികയും, ടോബിറാമേനെ അറിയാലോ, ഹാഷിറാമയുടെ അനിയനാണെങ്കിൽ ഈ ഉച്ചിഹ ക്ലാനിനെ കാണുന്നത് തന്നെ കലി. സോ അതിനെപ്പറ്റിയൊന്നും നമ്മളിപ്പോൾ പറയുന്നില്ല. സോ ഇവിടെ വീണ്ടും പൊളിറ്റിക്കലായിട്ടുള്ള ഡിഫറൻസസും പേഴ്സണൽ ലോസസും മാതരേനെ ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ്. സോ സെക്കൻഡ് ഹൊക്കാഗെ അല്ലെങ്കിൽ ഡയറക്ടർ ഹൊക്കാഗെയുടെ അഡ്വൈസറായിട്ട് ഹാഷിറാമ ആദ്യം പറയുന്നത് മാതരയുടെ അടുത്ത് പോയിട്ടാണ്, നീയാണ് എനിക്ക് വേണ്ടതെന്ന്. അപ്പോൾ മാതര തന്നെയാണ് പറയുന്നത് ടോബിറാമയ്ക്ക് കൊടുത്തോളാൻ. എന്നിട്ട് മാതര അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൊണോഹ വില്ലേജിലെ ഫസ്റ്റ് ഹൊക്കാഗെ ആയിട്ട് ഹാഷിറാമ സെഞ്ചു വരികയും രണ്ടാമത്തെ ഹൊക്കാഗെ ആയിട്ട് അനിയനായിട്ടുള്ള ടോബിറാമ സെഞ്ചു വരികയും ചെയ്തു. കൊണോഹ എന്ന് പറയുന്ന വില്ലേജിൻ്റെ ഫസ്റ്റ് ഹൊക്കാഗെ ഹാഷിറാമ ആയിരുന്നുവെങ്കിലും ഗോഡ് ഓഫ് ഷിനോബി ആയിരുന്നുവെങ്കിലും ആ ഒരു കൊണോഹനെ ആ ഒരു ലെവലിൽ എത്തിച്ചത് ടോബിറാമ സെഞ്ചു തന്നെയായിരുന്നു. ടോബിറാമയാണ് പലതരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും പലതരത്തിലുള്ള ആർട്ടിക്കുലേറ്റ് ആയിട്ടുള്ള ഐഡിയാസും അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഉച്ചിഹയായിട്ട് നല്ല ഒരു പ്രത്യക്ഷത്തിൽ നല്ല ഒരു കോമൺ ആയിട്ടുള്ള ഒരു അലയൻസ് ഉണ്ടായിരുന്നുവെങ്കിലും അപ്പോഴും കയറ്റമേറ്റം ഒട്ടുമിക്ക കുറവുകളെല്ലാം ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഉണ്ടായിരുന്നു. ഇതിനുശേഷം നമുക്ക് സെഞ്ചു ക്ലാനിൻ്റെ ഒരു ഡിക്ലൈനാണ് കാണുവാൻ നറൂട്ടോ സീരീസിൽ ഉടനീളം സാധിക്കുന്നത്. അതായത് യുദ്ധത്തിൻ്റെ ആ കാലഘട്ടത്തിൽ തന്നെ കുറേ സെഞ്ചു ആൾക്കാർ തന്നെ മരണമടഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് നാറൂട്ടോ ബുക്കിലെ ഡേറ്റാ ബുക്ക് അനുസരിച്ച് പറയുന്നത് ഓവർ ജനറേഷൻ ദ ക്ലാൻ ഇന്റർമാരിഡ് വിത്ത് അതർ വില്ലേജസ് ആൻഡ് ഇൻറ്റിഗ്രേറ്റഡ് ഫുള്ളി ഇൻ ടു കൊണോഹ എന്നാണ് പറയുന്നത്. അതായത് പലരും പല രീതിയിലുള്ള ക്ലാനിൽപ്പെട്ട ആൾക്കാരെ വിവാഹം കഴിക്കുകയും ആ ഒരു ലിനിയേജ് പല രീതിയിൽ സ്പ്ലിറ്റായി പോവുകയും ചെയ്തു. ഒന്നാമത്തെ തന്നെ ഇവർ പെർമനന്റ് സെറ്റിലേഴ്സ് അല്ല. സോ ആ ഒരു റീസൺ കൂടി ഇന്റർമിക്സ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇവരുടെ ഡിക്ലൈനിന് നമുക്കൊരു ക്ലാരിറ്റി കിട്ടുന്നതാണ്. സോ അങ്ങനെ നമ്മുടെ നറൂട്ടോയുടെയൊക്കെ ഏറെ ആയപ്പോഴേക്ക് ആകെ പറയാനുള്ള പേര് കേട്ടിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരേ ഒരു സെഞ്ചു അപ്പോഴത്തെ ഹൊക്കാഗെ ആയിരുന്ന സുനാഡെ മാത്രമാണ്. അതെ, ലെജൻഡറി സാനിൻസിൽ ഉറോച്ചിമാറുവിനോടും ജിറായോടും കൂടി ഉണ്ടായിരുന്ന ആ ഒരു ഫീമെയിൽ നിഞ്ച സുനാഡെ. ഹാഷിറാമ സെഞ്ചുവിൻ്റെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചുമകൻ, അതായത് ഹാഷിറാമ സെഞ്ചുവിൻ്റെ മകൻ്റെ മകളാണ് ഈ പറഞ്ഞ സുനാഡെ.
നാറൂട്ടോ യൂണിവേഴ്സിൽ പറയുന്ന മെയിൻ നോൺ മെമ്പേഴ്സ് ആയിട്ടുള്ള സെഞ്ചു ക്ലാനിലെ ആൾക്കാർ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ആൾ ഊഹിക്കുക, ഹാഷുറാമ സെഞ്ചു, ഏറ്റവും കംപ്ലീറ്റ് ഷിനോബി, ഗോഡ് ഓഫ് ഷിനോബി, കൊണോഹയുടെ ഫസ്റ്റ് ഹൊക്കാഗെ, സാക്ഷാൽ മാദ്ര ഉച്ചിഹനെ പുല്ലുപോലെ പറിച്ചെറിഞ്ഞ ഒരേ ഒരാൾ. സെഞ്ചു ക്ലാനിൽ തന്നെ ഒരു മ്യൂട്ടേഷൻ DNA ഉണ്ടായിരുന്ന ഒരേ ഒരു വ്യക്തിയാണ് ഈ ഹാഷുറാമ സെഞ്ചു. നമുക്ക് നാറൂട്ടോ സീരീസ് ഉടനീളം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും, സെഞ്ചു ക്ലാനിന് മുന്നെയോ അതിന് ശേഷമോ ഇതുപോലത്തെ ഒരു യോദ്ധാവ് വന്നിട്ടില്ല എന്ന്. കാരണം അവരുടെ ഏറ്റവും ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു നേതാവ് അല്ലെങ്കിൽ ലാസ്റ്റ് നോൺ ആയിട്ടുള്ള പെർഫെക്റ്റ് ലീഡർ സെഞ്ചു ക്ലാനിൻ്റെ ഹാഷുറാമ സെഞ്ചു തന്നെയായിരുന്നു. ഇതിൽ ഒന്നാന്തരം എടുത്ത് പറയേണ്ട ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാദ്ര പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. മാദ്രയുടെ നാറുട്ടോ ഷിപ്പുതിൽ നിന്ന് കണ്ടവർക്കൊക്കെ മനസ്സിലാകും, മാദ്ര വീണ്ടും റിയാനിമേറ്റ് ചെയ്തു വന്നു. അത് കഴിഞ്ഞിട്ട് മറ്റേ സെറ്റ്സുയാൽ കൺട്രോൾ ചെയ്യപ്പെട്ട് വരുമ്പോഴും മാദ്രയ്ക്ക് ഈ ഹാഷുറാമയോടുള്ള ഒരു റെസ്പെക്റ്റ് ഉണ്ട്. അതായത് തൻ്റെ എറ്റേണൽ റൈവലാണ് ഹാഷുറാമ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ തന്നെ എതിർക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹാഷുറാമ മാത്രമേ ഉള്ളൂ എന്ന് മാദ്ര ഉറപ്പിച്ച് വിശ്വസിച്ചിരുന്നു. നീ നിലമ നിന്നാൽ നീലാകാശം തൊടുമെന്ന് രാമനും, നീ നീലാകാശം തൊട്ടാൽ സൂര്യനെ തലോടുമെന്ന് പറഞ്ഞ കർണനും പോലെയായിരുന്നു ഹാഷുറാമയും മാദ്രയും. ഇവഞ്ച്വലി ഹാഷുറാമയ്ക്ക് ഒരിക്കലും ഓവർ പവർ ചെയ്ത് മാദ്രയെ കൺട്രോൾ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നില്ല. അത് ഹാഷുറാമയുടെ നേച്ചറും ചക്രയും അങ്ങനെ തന്നെയായിരുന്നു. അത് അസുര ചക്ര പോലെയാണ്. ബട്ട് നേരെ ഓപ്പോസിറ്റ് ഇന്ദ്രയുടെ പക്ഷത്തും പേഴ്സണൽ ലോസ് കൂടുതലുള്ളതും നമ്മുടെ മാദ്രയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആവണം മാദ്ര അങ്ങനെയുള്ളൂ എൻറ്റയർ, അതും മാദ്ര എന്ന് പറയുന്ന ആരാന്ന് ഓർത്താൽ എൻറ്റയർ നാറൂട്ടോ സീരീസ് അല്ലെങ്കിൽ അനിയും ലോകത്ത് ഇത്രയും ബിൽഡപ്പ് കൊടുത്ത് കൊണ്ടുവന്ന ഒരു വില്ലൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ കാണത്തുള്ളൂ. അത്തരം ഒരു വില്ലനാണ്. 80,000 ഷിനോബികൾക്ക് മണ്ടയിൽ ഒരു റീആനിമേറ്റഡ് വേർഷൻ ഓഫ് മാദ്ര വന്നപ്പോൾ തന്നെ ഞെട്ടി വരച്ച ആൾക്കാരാണ് ഈ പറയുന്നതെന്നും കൂടി ഓർക്കണം. സോ ആ ഒരു ടൈമിൽ അത്തരം ഒരു യോദ്ധാവ് വന്നിട്ട് അഡ്മയർ ചെയ്യുന്നത് തൻ്റെ ഒരു ഓപ്പോസിറ്റ് റൈവൽ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അയാളുടെ ഒരു ഓറ എന്ന് ആലോചിച്ച് നോക്കിയാൽ അത് ഈ പറയുന്ന ഹാഷുറാമ സെഞ്ചുവിൻ്റെ. സോ ഹാഷുറാമയെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് സെഞ്ചുവിൻ്റെ വീഡിയോ ആയതുകൊണ്ട് കുറച്ച് മാത്രം പറഞ്ഞെന്നുള്ളൂ. ഫസ്റ്റ് ഹൊക്കാഗെ, ഗോഡ് ഓഫ് ഷിനോബി, പിന്നെ വുഡ് റിലീസ് യൂസർ. ഈ വുഡ് റിലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഒരു റിലീസ് സ്റ്റൈലാണ്. ഇത് സത്യം പറഞ്ഞാൽ സെഞ്ചു ക്ലാനിലുള്ളവർക്ക് കിട്ടുന്ന ഒരു കെക്കൈ ഒന്നുമല്ല. യമാട്ടോ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം അതെങ്ങനെയാണ്. ആ സെല്ല് ഹാഷുറാമ സെൽസ് ഉപയോഗിച്ചുകൊണ്ടാണ്. സോ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്ത ഹാഷുറാമ സെഞ്ചുവിൻ്റെ ഒരു യുണീക്ക് സ്റ്റൈൽ തന്നെയാണ് ഈ വുഡ് റിലീസ്. പിന്നെ സെയ്ജ് മോഡിലിരിക്കുന്ന ഹാഷുറാമേനെയൊക്കെ തൊടുവാൻ പോലും സാക്ഷാൽ മാദാര ഉച്ചിഹ പോലും ഒന്ന് ഭയപ്പെടുമെന്ന് തന്നെ പറയാം. രണ്ടാമത്തെ നോൺ മെമ്പർ ആയിട്ടുള്ളത് ടോബിറാമ സെഞ്ചു ആണ്. യെസ്, ഹാഷുറാമ സെഞ്ചുവിൻ്റെ കൊച്ചനിയൻ ടോബിറാമ. ഈ ടോബിറാമയുടെ കാര്യം പറയുകയാണെങ്കിൽ പറയണ്ടല്ലോ, ഉച്ചിഹ ക്ലാനിനെ ഏറ്റവും വെറുക്കുന്ന ആരാന്ന് നാറൂട്ടോ യൂണിവേഴ്സ് കണ്ടവർക്കറിയാം, അത് ടോബിറാമ തന്നെയായിരിക്കും. ടോബിറാമയ്ക്ക് ഉച്ചിഹയ്ക്കെതിരെ ഫൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക പവർ കിട്ടുന്ന പോലെയാണ്. ടോബിറാമ വാസ് ഫുൾ ഓൺ ഫുൾ. പക്ഷെ മാദ്രയ്ക്കിടയിൽ, അതായത് മാദ്രയുടെ സൂസനെ ഇറക്കുന്ന ടൈമിൽ ടോബിറാമ ഒന്ന് പതുങ്ങി നിൽക്കുന്നുണ്ട്. അറ്റ് ദ ടൈമിൽ ചേട്ടൻ്റെ ലീഗ് കൊടുത്തേക്കാം, ഇത് എൻ്റെ ലീഗ് അല്ല എന്നുള്ള ഒരു രീതിയിലാണ് ടോബിറാമ നിൽക്കുന്നത്. അതവിടെ പറയേണ്ട കാര്യം തന്നെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ബട്ട് സ്റ്റിൽ ടോബിറാമ വാസ് മെർസിലെസ്, ഹി വാസ് എ റൂത്ത്ലെസ് നിഞ്ച എന്ന് തന്നെ പറയാം. ഒരു ഷിനോബി എന്നതിലുപരി അദ്ദേഹം ഒരു ജീനിയസ് ആയിട്ടുള്ള ഇൻവെൻറ്റർ ആയിരുന്നു. അതെ, ഫ്ലൈയിങ് തണ്ടർ ഗോഡ്, ഷാഡോ ക്ലോൺ, എഡോ ടെൻസൈ, ഇതൊക്കെ ആരാ കണ്ടുപിടിച്ചത്? ഷാഡോ ക്ലോണൊക്കെ കണ്ടുപിടിച്ചത് ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പലർക്കും ഒരു ഡൗട്ട് ആയിരിക്കും. ബട്ട് അതൊക്കെ ടോബിറാമ സെഞ്ചു തന്നെയാണ് ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്നത്. ടോബിറാമ സെഞ്ചു ഇൻവെൻറ്റ് ചെയ്യാത്ത ജുറ്റ്സുകൾ കുറവാണെന്ന് തന്നെ പറയാം. ടോബിറാമ അത്തരത്തിലുള്ള ഒരു ജീനിയസ് ആയിട്ടുള്ള ഇൻവെൻറ്റർ തന്നെയായിരുന്നു. ബെസ്റ്റ് ആയിട്ടുള്ള ഒരു രാജ്യത്തെ എങ്ങനെ കൊണ്ടുപോകണം, ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ വളർത്തണം, കൊണോഹനെ ലീഫ് വില്ലേജിനെ അത്രയും ബാക്കിയുള്ള എല്ലാ വില്ലേജിൽസിൽ നിന്നും അത്രയും വെറൈറ്റി ആക്കി മാറ്റി യുണീക്ക് ടോപ്പ് സ്റ്റൈലിൽ നിർത്തിയത് ടോബിറാമ സെഞ്ചു എന്ന് പറയുന്ന ഒരു ഒറ്റ ഹൊക്കാഗെയാണ്, സെക്കൻഡ് ഹൊക്കാഗെ. ഹാഷുറാമ വാസ് എന്ന് പറയുന്നത് ഗോഡ് ആയിരുന്നെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ടോബിറാമ ഹാഷുറാമിനേക്കാളും ഭയങ്കര ഓപ്പവേർഡായിരുന്നു. പിന്നീട് നമുക്ക് അറിയാവുന്ന മെയിൻ നോൺ മെമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് സുനാഡ സെഞ്ചു ആണ്. ഫിഫ്ത്ത് ഹൊക്കാഗെ. സത്യം പറഞ്ഞാൽ ഹൊക്കാഗയിൽ തന്നെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു ഹൊക്കാഗെയാണ് നമ്മുടെ സുനാഡെ. ബട്ട് സ്റ്റിൽ ഈ ഒരു സുനാഡെ തന്നെയാണ് മെഡിക്കൽ നിഞ്ചുത്സുവിൻ്റെ ഏറ്റവും ഉച്ചസ്ഥാനിൽ നിൽക്കുന്നത്. അതായത് നാറൂട്ടോയുടെ അറിയില്ല, മാദാര തന്നെ വന്ന് നമ്മുടെ സുനാഡയെ കളിയാക്കുന്ന ഒരു കാര്യമൊക്കെയുണ്ട്. ജുത്സുകളോ ഹാൻഡ് സൈൻസോ ഒന്നുമില്ലാതെ ഹാഷുറാമയ്ക്ക് വൂൺസ് ഹീൽ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമുക്ക് വിടാം. ബട്ട് ഇതൊരു ഈ ഏറെ പോലും സുനാഡെ ഒരു 1.5 യോദ്ധാവ് തന്നെയായിരുന്നു. എന്തിനേറെ പറയുന്നു, ഗ്രാൻഡ് ഡോട്ടർ ഓഫ് ഹാഷുറാമ, അത് മാത്രം മതിയല്ലോ ആ ഒരു ലിനേജ് കാത്തു സൂക്ഷിക്കാൻ. പിന്നീട് അധികം സ്ക്രീൻ ടൈം ഒന്നും ഇല്ലെങ്കിലും പറയപ്പെടുന്ന 2 പേരുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുട്സുമ സെഞ്ചു ആണ്. അതെ, ഹാഷുറാമയുടെയും ടോബിറാമയുടെയും പിതാവായിട്ടുള്ള ബുട്സുമ സെഞ്ചു തന്നെ ഓർഡർ ഇട്ടിട്ടെന്ന് പറഞ്ഞു തന്നെ ഉച്ചിഹനെ എവിടെ കണ്ടാലും അപ്പോൾ കൊന്നോളാനാണ് ബുട്സുമ സെഞ്ചു പറയുന്നത്. അത്രയ്ക്ക് ഹേറ്റഡ് ബുട്സുമ സെഞ്ചു മേഴ്സണറി ആയിരുന്നപ്പോൾ ഈ പറയുന്ന ഉച്ചിഹ ക്ലാനിനോട് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇട്ടാമ സെഞ്ചുവും കാവറാമ സെഞ്ചുവും
അതെ, ഹാഷുറാമയുടെ നമ്മുടെ ടോബിറാമയുടെ അനിയന്മാരായിട്ടുള്ള ഇറ്റാമയും കാവറാമയും ഇവരുടെ മരണത്തോടു കൂടിയാണ് ആ ഒരു ക്ലാൻ വാഴ്സ് തന്നെ എൻഡ് ചെയ്യിപ്പിക്കണമെന്നുള്ള ഒരു ചിന്ത ഹാഷുറാമയുടെ മനസ്സിൽ ഉദിച്ചത് തന്നെ. പിന്നെ ഫില്ലർ എപ്പിസോഡിൽ ഒരു കുനോയിച്ചിയുടെ കാര്യം പറയുന്നുണ്ട്, ടോക്ക സെഞ്ചു. അത് ഫില്ലർ എപ്പിസോഡായതുകൊണ്ട് കാര്യമായിട്ട് നമ്മൾ നോക്കുന്നില്ല. ഇനി നമുക്ക് സെഞ്ചൂസിൻ്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ, ഒന്ന് വെർസൽറ്റാലിറ്റി. അതെ, മാസ്റ്ററി ഓഫ് നിഞ്ചിറ്റ്സു, ഗെഞ്ചിറ്റ്സു, ടൈജിറ്റ്സു ഈക്വലി വെർസറ്റൈൽ യൂസേഴ്സ് ആണ് എല്ലാവരും. എക്സാമ്പിൾ ഹാഷുറാമ, ടോബിറാമ. ഇനി ഹൈ ചക്ര റിസർവ്സ്. അസുര ചക്രയുടെ ഒരു വിറ്റാലിറ്റി തന്നെയാണ് ഹ്യൂജ് സ്റ്റാമിന ആൻഡ് എൻഡ്യൂറൻസ്. നമ്മുടെ ഉസുമായി ക്ലാനുള്ള പോലെ തന്നെ ഇവർക്കും ഹ്യൂജ് സ്റ്റാമിനയും എൻഡ്യൂറൻസും ഉണ്ട്. പിന്നെ റാപ്പിഡ് ഹീലിംഗ്, ഫാസ്റ്റ് റിക്കവറി റേറ്റ്സ് ആണ് ഇവർക്ക്. ആരെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് റീജനറേറ്റീവ് ആയിട്ടുള്ള എബിലിറ്റീസ് ഭയങ്കര കൂടുതലാണ് ഈ സെഞ്ചു ക്ലാനിന്. അടുത്തത് സ്ട്രാറ്റജിക് ജീനിയസ് ആണ്. അതെ, മെനി സെഞ്ചു എക്സെപ്ഷണൽ ടാക്ടിഷ്യൻസ് ആണ്. അതിന് ഏറ്റവും എക്സാമ്പിൾ പറയുന്നത് നമുക്ക് ടോബിറാമേനൊക്കെ നന്നായിട്ട് പറയാൻ പറ്റുന്ന ഒരാളാണ്. നല്ലൊരു ലീഡറും നല്ലൊരു എക്സെപ്ഷണൽ ടാക്ടീഷ്യൻസും സ്ട്രാറ്റജിക് ജീനിയസുമാണ് ഈ സെഞ്ചു ക്ലാനിലുള്ളവർ. അത് സുനാഡയെ നമുക്കൊരു എക്സാമ്പിൾ പറയാം കേട്ടോ. പിന്നെ വുഡ് റിലീസ്, ഇത് യൂണിക് ടു ഹാഷുറാമ എന്ന് പറയാം. ടെയിൽഡ് ബീസ്റ്റിനെ റിസ്ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന വുഡ് റിലീസ് തന്നെയാണ്. ലാൻഡ്സ്കേപ്പിനെ ഷേപ്പ് ചെയ്യാനും ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും എർത്തും വാട്ടറും കൂടെ കോമ്പൈൻ ചെയ്തുണ്ടാക്കിയ ഈ ഒരു വുഡ് റിലീസ് തന്നെയാണ് എല്ലാത്തിനും തന്നെ ഉപയോഗിക്കുന്നത്. പിന്നെ സെയ്ജ് മോഡ്, ഹാഷുറാമയുടെ സെയ്ജ് മോഡും വുഡ് റിലീസും ഗോട്ടയർ ലെവലായിരുന്നു. ഗോട്ടയർ ലെവൽ, അതായത് നമ്മുടെ ആ ഒട്സുത്സുക്കി ക്ലാനിൽ നിൽക്കുന്നവരുടെ ആ ഒരു ലെവൽ തന്നെയായിരുന്നു സെയ്ജ് മോഡായിട്ടുള്ള ഹാഷുറാമ. സെഞ്ചു ക്ലാനിന് നമ്മുടെ ഹ്യൂഗ ക്ലാനിലും അല്ലെങ്കിൽ ഉച്ചിഹ ക്ലാനിലും ഉള്ളതുപോലെ കെക്കെ ഗെൻഗൈ ഒന്നും അധികം ഇല്ല. അതായത് ഐ വിഷ്വൽ പവേഴ്സ് ആയിട്ടുള്ള കെക്കെ ഗെൻഗൈസ് ഒന്നും ഇല്ല. മെയിൻലി അവരുടെ ഫിസിക്കൽ ആൻഡ് സ്പിരിച്വലാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള കെക്കെ ഗെൻഗൈ ആയിട്ട് ഡേറ്റ ബുക്ക് പറയുന്നത്. അതായത് ലൈഫ് ഫോഴ്സ്, ഹീലിങ്ങും ലോഞ്ചിറ്റിവിറ്റിയും ഇവരുടെ ഒരു കെക്കെ ഗെൻഗൈ ആണ്. പിന്നെ ചക്ര കപ്പാസിറ്റി, എൻഡ്യൂറൻസ്, അഡാപ്റ്റബിലിറ്റി, പിന്നെ വുഡ് റിലീസ്. അത് ഹാഷുറാമയ്ക്ക് മാത്രമുള്ളൂ, അതുകൊണ്ട് നമ്മളിത് പറയേണ്ട ആവശ്യമില്ല. ഡേറ്റ ബുക്കിൽ അത് ഉൾപ്പെടുത്തിയതുകൊണ്ട് പറയുന്നത് മാത്രം. സെഞ്ചു ക്ലാനിൻ്റെ ഷിനോബി വേൾഡിലെ ഇമ്പാക്റ്റ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് റേ ഓഫ് പീസ് കൊണ്ടുവന്നത് ഈ ഒരു ഹാഷുറാമ ടൈമിലെ ഈ ഒരു സെഞ്ചു ക്ലാൻ തന്നെയാണ്. അതെ, ഉച്ചിഹയുടെയും ഇവരുടെ ആ ഒരു കൈകൊടുപ്പ്. പിന്നെ ഹോക്കാഗെ ലിനിയേജ്, മൾട്ടിപ്പിൾ ഹോക്കാഗെ, കൊണോഹയുടെ ഷേപ്പ് തന്നെ മാറ്റിയെടുത്ത 2 മൾട്ടിപ്പിൾ ഹോക്കാഗേനെ സെഞ്ചു ക്ലാൻ കൊണ്ടുവന്നു, ടോബിറാമി, ഹാഷുറാമി. ഇതേ സെഞ്ചു ക്ലാൻ്റെ ഫിലോസഫി കൊണ്ടാണ് കൊണോഹയുടെ വിൽ ഓഫ് ഫയർ എന്ന് പറയുന്ന ആ ഒരു ക്ലാൻ ഇൻ്റഗ്രേഷൻ തന്നെ വന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സെഞ്ചു ക്ലാനിലുള്ളവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് ആണ്. ഇവർ ഒരു ജുറ്റ്സു മാത്രമല്ല സ്പെഷ്യലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഷിനോബി എവല്യൂഷനും ഇവർക്ക് നല്ല രീതിയിൽ ഒരു ഇമ്പാക്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ബാലൻസ് ചെയ്ത് ഷിനോബിയെ കൊണ്ട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്റ്റൈൽ സ്പെഷ്യലൈസേഷൻ ചെയ്യിപ്പിക്കുവാൻ ഇവരെ കൊണ്ട് സാധിച്ചു. ക്ലാനിൻ്റെ സിമ്പിൾ ആൻഡ് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെഡ് സർക്കിളിൻ്റെ അകത്ത് വെർട്ടിക്കൽ ലൈൻ നടുക്കൂടെ പോകുന്നത് പോലെയാണ് ഇതിൻ്റെ സിമ്പിളും ഡിസൈനും ഒക്കെ. ഡേറ്റ ബുക്ക് അനുസരിച്ച് ആ ഒരു റെഡ് സർക്കിൾ സിംബലൈസ് ചെയ്യുന്നത് യൂണിറ്റിനെയാണ്. പിന്നെ അതിൻ്റെ അകത്ത് സെൻട്രൽ ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്ലാനിൻ്റെ മോറലായിട്ടുള്ള സ്പൈൻ ആൻഡ് യൂണിറ്റിയെ പറ്റിയാണ്. ടോബിറാമയുടെയും ഹാഷുറാമയുടെയും ആ ഒരു ആർമറിൽ ഈ ഒരു സിമ്പിൾ കാണാമെന്നത് വ്യക്തമാണ്. പിന്നെ 2-3 ഫാക്ട്സ് പറയുകയാണെങ്കിൽ സെഞ്ചു ക്ലാൻ മെമ്പേഴ്സ് ആയിരുന്നു ടാർഗറ്റ് ഫോർ എവറി എക്സ്പെരിമെൻറ്റേഷൻ എന്ന് തന്നെ പറയാം. അതെ, സ്ട്രോങ് ലൈഫ് ഫോഴ്സും സെഞ്ചു DNA ഉള്ളവർക്ക് എന്ത് വേണേലും സാധിക്കുമെന്നുള്ള ഒരു ധാരണ ഇവിടുത്തെ എല്ലാ എക്സ്പെരിമെൻറ്റേഴ്സിനും ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഒറോച്ചിമാറും ഡാൻസോയും ഈവൻ കൊണോഹയുടെ ഗ്രേറ്റ് അൻബു ഒക്കെ വരെ ഇതിലെ ഹാഷുറാമ സെല്ല് ഉപയോഗിച്ച് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു മിസ്യൂസ് കൊണ്ടാണ് സെറ്റ്സു ക്ലോൺസ്, എൻഹാൻസ്ഡ് ജിഞ്ചുറുക്കി കൺട്രോൾ, മാദ്രയുടെ റിസറക്ഷൻ വരെ സംഭവിച്ചത്. പിന്നെ അവസാനത്തെ നോൺ മെയിൽ ആയിട്ടുള്ള സെഞ്ചു ക്ലാനിലെ ആൾ നമ്മുടെ ഹാഷുറാമയും ടോബിറാമയും തന്നെയാണ്. അതായത് ടോബിറാമയ്ക്ക് വേറൊരു ചിൽഡ്രനോ ഫാമിലി ഉള്ളതായിട്ട് നാറൂട്ടോയുടെ എൻ്റയർ സീരീസിൽ പറയുന്നില്ല. പിന്നെ സുനാഡയുടെ അച്ഛനാണ് ഹാഷുറാമയുടെ മകനായിട്ട് പറയുന്നത്. അദ്ദേഹം യങ് ഏജിൽ തന്നെ മരിച്ചു പോയെന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പറ്റിയും വലിയ കഥകളൊന്നുമില്ല. അതിൻ്റെ അർത്ഥം ആക്കുന്നത് നമ്മുടെ ഹാഷുറാമയും ടോബിറാമയും തന്നെയാണ് ലാസ്റ്റ് നോൺ മെയിൽ ലീഡേഴ്സ് ഓഫ് സെഞ്ചു ക്ലാൻ. പിന്നെ ഇവരുടെ ലെഗസിയെ പറ്റി പറയുകയാണെങ്കിൽ ഇവർ കണ്ടുപിടിച്ച കുറേ ജുത്സുകൾ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ ക്ലാനിലൂടെയും ജീവിച്ചു പോകുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നാറൂട്ടോയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഷാഡോ ക്ലോൺ ജുത്സു ടോബിറാമയാണ് കണ്ടുപിടിച്ചത്. ഫ്ലൈയിങ് തണ്ടർ ഗോഡ് എന്ന് പറയുന്ന ഒരു സാധനം ടോബിറാമയാണ് കണ്ടുപിടിച്ചത്. എഡോട്ടൻസെയും ആരാണ് കണ്ടുപിടിച്ചത്? ടോബിറാമ. സോ ഈ പറഞ്ഞ ജുത്സുകളെല്ലാം തന്നെ ഒട്ടുമിക്ക എല്ലാ നാറൂട്ടോ യൂണിവേഴ്സിലെ മിക്കത് ഒരു 80-90% ജുത്സുകൾ ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ടോബിറാമ തന്നെയാണ്, സ്പെഷ്യലായിട്ട് നമ്മളെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. സോ ഇതൊക്കെയാണ് നമുക്ക് മെയിൻലി സെഞ്ചു ക്ലാൻ എന്ന് പറയുന്ന വൺ ഓഫ് ദി മോസ്റ്റ് ലെജൻഡറി ആൻഡ് ഐക്കോണിക് ക്ലാൻ, ഗോഡ് ഓഫ് ഷിനോബി തന്നെ ജനിച്ചു ഉയർന്നപ്പെട്ട ആ ഒരു ക്ലാനിനെ പറ്റി പറയാനുള്ളത്. ഞാൻ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാം. കുറേ പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു സെഞ്ചു ക്ലാനിനെ പറ്റിയൊരു വീഡിയോ. അതിപ്പോൾ ചെയ്യാനായതിൽ എനിക്കും സന്തോഷമുണ്ട്. ഇനി ഉസുമാക്കി ക്ലാൻ, പിന്നെ ലെജൻഡറി ആയിട്ടുള്ള
ഉച്ചിഹ ക്ലാനൊക്കെ വഴിയേ തന്നെ വരുന്നതായിരിക്കും. സോ ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും, നമ്മുടെ ചാനലിലെ ലോങ്ങസ്റ്റ് വീഡിയോ ആണെന്ന് തോന്നിയത്, കണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹം. അടുത്ത നാറൂട്ടോ യൂണിവേഴ്സിലെ പുതിയ കാര്യങ്ങളും പുതിയ ക്യാരക്ടർ അനാലിസിസും പുതിയ ജുറ്റ്സു ഇൻവെൻഷൻസും പുതിയ ഓരോ ആൾക്കാരെ എടുത്തെടുത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. അതുവരെ ടാറ്റ ബൈ ബൈ, സീ ഓൺ നെക്സ്റ്റ് വീഡിയോ. ടാറ്റ ഗൈസ്. Told you long ago